വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി വയോജന കമ്മീഷൻ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയോജന മേഖലയിൽ സമഗ്ര നിയമനിർമ്മാണം സർക്കാർ പരിഗണനയിലെന്നും മുഖ്യമന്ത്രി. മുതിർന്ന പൗരന്മാരുമായുള്ള മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി വിവിധ വിഭാഗങ്ങളുമായി നടത്തുന്ന മുഖാമുഖം പരിപാടിയുടെ ഭാഗമായാണ് മുതിർന്ന പൗരന്മാരുമായുള്ള കൂടിക്കാഴ്ച. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി വയോജന കമ്മീഷൻ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയോജന സംരക്ഷണത്തിനുള്ള നിയമങ്ങളും ഉത്തരവുകളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പരിശോധന നടക്കേണ്ടതുണ്ട്. അതിനായി ഒരു വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനായി വയോജന കമ്മീഷൻ ബിൽ തയ്യാറാക്കി വരികയാണ്. സംസ്ഥാന വയോജന നയം 2013 പരിഷ്കരിക്കുന്നതിനും മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുന്നതിനും നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ ദ എൽഡർലി തയ്യാറാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. വയോജനങ്ങൾ, പെൻഷൻകാർ എന്നിവരെ പ്രതിനിധീകരിച്ച് വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി പേരാണ് പങ്കെടുത്തത്. നിയമസഭാ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടന്ന മുഖാമുഖത്തിൽ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ GR അനിൽ, V ശിവൻകുട്ടി എന്നിവരടക്കം ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പ്രത്യേകം കത്തയച്ചാണ് പ്രതിനിധികളെ ക്ഷണിച്ചത്. സംവാദത്തിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയ ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നവകേരള വികസനത്തിൽ മുതിർന്ന പൗരന്മാരുടെ ആശയങ്ങൾ കേൾക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വയോജനങ്ങളുടെ പിന്തുണ. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ വയോജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രി എത്തും മുൻപേ നിയമസഭാ ശങ്കരനാരായണ തമ്പി ഹാൾ നിറഞ്ഞു. നടൻ ഇബ്രാഹിം കുട്ടി മുതൽ ആർക്കിടെക്ട് ശങ്കർ വരെയുള്ള പ്രമുഖർ, സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചവർ മുതൽ സാധാരണക്കാരായ വീട്ടമ്മമാർ വരെയുണ്ട്. ഏവർക്കും സർക്കാർ തങ്ങളെ കേൾക്കുന്നതിൽ സന്തോഷം. ഇതിപ്പോൾ നമുക്ക് പുതിയ അനുഭവമാണ്. കാരണം നമ്മൾ സാധാരണ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ നമ്മൾക്ക് ഭരണതലത്തിലിരിക്കുന്നവരെ കാണുക എന്നുള്ളതിനെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ കണ്ട് അവരെ PS കണ്ട് PA കണ്ട് അങ്ങനെ കണ്ട്. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവരുമായിട്ട് മുഖാമുഖം സംസാരിക്കാൻ കഴിയാവുന്ന ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസിയസ്റ്റ് വേ. പിന്നെ ഇത് കാറ്റഗറൈസ് ചെയ്ത് ഓരോ വിഭാഗങ്ങളാകുമ്പോൾ ഓരോരുത്തരുടെ വിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾ അവരവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ കലാകാരന്മാരോട് ചോദിക്കുമ്പോഴും, അല്ലെങ്കിൽ അധ്യാപകരുടെ, അല്ലെങ്കിൽ അതുമായിട്ട് സ്ത്രീകളുടെ, അല്ലെങ്കിൽ യുവാക്കളുടെ, അല്ലെങ്കിൽ ഇപ്പോൾ വയോധികരായിട്ടുള്ള ആളുകളുടെയൊക്കെ ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് സംവേദിക്കാൻ കഴിയുന്ന ഒരു സദസ്സ്, ഒരു വേദി കിട്ടുക, അല്ലെങ്കിൽ മുഖാമുഖം അത് പറയാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഇത് അതിൻ്റെ പരിപൂർണ ഫലത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറേ കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കടക്കുന്ന കടമ്പകളിലൊന്നാണിത്. കാരണം ആദ്യം ഇത് ആളുകൾ അതിൻ്റെ ഒരു പരിഹാസത്തോടുകൂടിയും ഒരുപാട് അവഹേളിച്ചുമൊക്കെ ഈ സംരംഭത്തെ കണ്ടുവെങ്കിലും പിന്നീട് അതിനോടുള്ളൊരു അവരുടെ ആ വ്യത്യസ്തമായൊരു അഭിപ്രായം നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞു. അത് ഇനിയും ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അത് സംബന്ധിച്ചുള്ള പരിപാടിയുമായി വരുമ്പോൾ അതുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് ഒരു സംസ്ഥാനത്തിൻ്റെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ജനതയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ പുരോഗമനപരവും ജനാധിപത്യപരവുമാണ്. ജനാധിപത്യപരം എന്ന് തന്നെയാണ് അതിനടുത്ത് എടുത്തു പറയാൻ പറ്റുന്ന സാധനം. ജനങ്ങളുടെ വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു വളരെ നൂതനമായ പുരോഗമനപരമായ ഒരു ആശയം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ആശയത്തെ എല്ലാവരും സർവാത്മന എല്ലാവരും സഹകരിക്കുന്നുണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ. ആശയമൊക്കെ വളരെ നല്ലതാണ്. ഈ പറയുന്നത് പോലെ അത് നടപ്പിലായി കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും. അത് നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ്. ആശയം നടപ്പിലാക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന് ഒരു അഭ്യർത്ഥന കൂടെയുണ്ട്. വയോജനങ്ങളെ പ്രയോജനപ്പെടുത്തണം. വയോജനങ്ങളിലുള്ള അറിവ് നമുക്ക് സമാഹരിച്ച് നമ്മളെ നഷ്ടപ്പെട്ടു പോയ നന്മകൾ തിരിച്ചെടുക്കണം. മനുഷ്യനായി വളരാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ വയോജനങ്ങൾക്ക് അറിയാം. പക്ഷെ അവർക്ക് അവതരിപ്പിക്കാനുള്ള അവസരങ്ങളില്ല. അതിനൊരു വേദിയായി ഈ വയോജന സാംസ്കാരിക വേദിയായി മാറണം.
സർക്കാർ ജീവനക്കാരുടെ മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പ്രത്യേക നിയമം കൊണ്ടുവരണം, ഒറ്റപ്പെട്ട വയോജനങ്ങളെ സംരക്ഷിക്കാൻ പ്രാദേശിക തലത്തിൽ സമിതി തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് മുഖാമുഖത്തിൽ പങ്കെടുത്തവർ ഉന്നയിച്ചത്. ഗുണപരമായ നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.